Hi all, welcome to the class. Today we are going to learn a new topic in the subject mechatronics. Today's topic is Program Logic Controllers or PLC. First of all, we must know what is a Program Logic Controllers or PLC. It is a microprocessor based system that uses programmable memory to store instructions and implement functions such as logic, sequencing, timing, counting, and arithmetic in order to control machines and processes. നമ്മുടെ പി എൽ സീസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് എക്യുപ്മെൻ്റാണിത്. ഇത് യൂസ് ചെയ്യുന്നത് ലോജിക് ഓപ്പറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ സീക്വൻസിങ് ഓപ്പറേഷൻ ചെയ്യാനോ അതോ അല്ലെങ്കിൽ ടൈമിങ് ചെയ്യാനോ അല്ലെങ്കിൽ കൗണ്ടിങ് ചെയ്യാനോ അതും അല്ലെങ്കിൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാനോ ആണ്. കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ വളരെ വലിയ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ചെയ്യേണ്ട പല വർക്കുകളും നമുക്ക് ചെറിയൊരു മൈക്രോ പ്രോസസ്സറിൽ ഈ പി എൽ സി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നൗ വി വിൽ ഡിസ്കസ് വാട്ട് ആർ ദ നീഡ്സ് ഓഫ് പി എൽ സി. ദ ഹാർഡ്വെയർഡ് പാനൽ were very time consuming to wire, debug and change. ഞാൻ ഓൾറെഡി പറഞ്ഞു, കൺവെൻഷണൽ ആണെങ്കിൽ അത് വളരെ വലിയൊരു എക്യുപ്മെൻ്റ് ആണ്. ഈ പ്രോസസ്സ് ഫുൾ ചെയ്യണമെങ്കിൽ അത് വളരെ വയേർഡാണ്, കോംപ്ലക്സ് ആണ്, ആകെ ബുദ്ധിമുട്ടാണ്. ആ സ്ഥലത്ത് നമ്മൾ പി എൽ സി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. എല്ലാം തന്നെ റെക്ടിഫയിങ്ങും എല്ലാം എളുപ്പമായിരിക്കും. GM identifies the following requirements for a computer control to replace hardwired panel. ഹാർഡ്വെയർഡ് പാനൽ മാറ്റി മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പി എൽ സി യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ താഴെ പറയുന്നതാണ്. പി എൽ സിസ് ആർ സോളിഡ് സ്റ്റേറ്റ് നോട്ട് മെക്കാനിക്കൽ, ഈസി ടു മോഡിഫൈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്, ഈസിലി പ്രോഗ്രാംഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ദ പ്ലാന്റ് ഇലക്ട്രീഷ്യൻസ്, ബി ഏബിൾ ടു ഫങ്ഷൻ ഇൻ ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ്. ഇത്രയും കാരണങ്ങളാണ് നമ്മൾ ഹാർഡ്വെയർഡ് മെറ്റീരിയൽസ് അഥവാ ഹാർഡ്വെയർഡ് എക്യുപ്മെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് പകരം പി എൽ സീസ് യൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, ഇനി പി എൽ സിൻ്റെ ഫീച്ചേഴ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് കൺക്ലൂഡ് ഇൻ പി എൽ സി? ദേ ആർ rugged, withstand industrial environment such as heat, humidity, mechanical shocks and vibration. ഏതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിലും ഇത് ഇൻഡസ്ട്രീസിലുള്ള എല്ലാ വിധത്തിലെ ബുദ്ധിമുട്ടുള്ള ഏരിയയിലും നമുക്ക് പി എൽ സി സർക്യൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ദ ഇൻ്റർഫേസിങ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഇൻസൈഡ് ദ കൺട്രോളർ. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻട്രാക്ഷൻസ് ഒക്കെ വരുന്നത്. ആൻഡ് ദേ ആർ ഈസിലി പ്രോഗ്രാമബിൾ. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പി എൽ സി ചെറിയ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ ടീച്ച് പാറ്റേൺ പോലെയുള്ള എക്യുപ്മെൻറ്റ്സും ഉണ്ട്. ആൻഡ് പി എൽ സിസ് ആർ കേപ്പബിൾ ഓഫ് ബോത്ത് ലോജിക് ആൻഡ് പി ഐ ഡി മെത്തേഡ് അല്ലെങ്കിൽ പി ഐ ഡി കൺട്രോൾ. നോർമലി പി എൽ സിൻ്റെ ഒരു ഷേപ്പാണ് നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ചെറിയ പോർട്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതും വലിയൊരു ഹാർഡ് വയേർഡ് കുറേ വയറൊക്കെ വെച്ചിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത് എത്ര വലുതായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. വലിയൊരു പ്ലാന്റിനെ ഫുൾ കൺട്രോൾ ചെയ്യാനുള്ള പി എൽ സി സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ റൂമിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ചെറിയൊരു ഏരിയ മതി പി എൽ സിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ. ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് പി എൽ സി കൺട്രോൾ സിസ്റ്റംസ് ആർ ദീസ് ആർ ഫ്ലെക്സിബിൾ. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൽ ഒരു എഡിഷൻ വരുത്താൻ സാധിക്കും. ഫാസ്റ്റർ റെസ്പോൺസ് ടൈം. ഓട്ടോമാറ്റിക്കലി വയേർഡൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ വളരെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് പ്ലാനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ലെസ് ആൻഡ് സിമ്പിൾ വയറിങ്, ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ്. സോളിഡ് സ്റ്റേറ്റ് ആൻഡ് നോ മൂവിങ് പാർട്സ്. മെക്കാനിക്കൽ പാർട്സ് ഒന്നും തന്നെയില്ല. മോഡുലാർ ഡിസൈൻ ആൻഡ് ഈസി ടു റിപ്പയർ ആൻഡ് എക്സ്പാൻഡ്. ഹാൻഡിൽസ് മോർ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ്. എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് കറക്ഷൻസ് വരുത്താനും മോഡിഫൈ ചെയ്യാനും സാധിക്കും. സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അവൈലബിൾ. നമുക്ക് ഒരു പ്രീ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഡാറ്റ പി എൽ സി മാനുഫാക്ചറിങ്ങിൽ തന്നെ കിട്ടും. അലോ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഈസി ടു ട്രബിൾ ഷൂട്ട്. റിപ്പയറിങ് ആയാലും അല്ലെങ്കിൽ എറർ ഐഡൻറ്റിഫിക്കേഷൻ ആണെങ്കിലും എറർ കറക്ഷൻ ആണെങ്കിലും വളരെ എളുപ്പമാണ്. ആൻഡ് ദിസ് ഈസ് വെരി ലെസ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു ഓൾ അതർ കൺവെൻഷണൽ
hardwired systems. Now we will discuss what are the important parts or PLC architecture. PLC ആർക്കിടെക്ചറിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ താഴെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ടാകും. ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ഈ ചിത്രമാണ്. ഇതിൻ്റെ അകത്ത് റിയൽ വേൾഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ PLCൻ്റെ ഉള്ളിൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് ഉണ്ടാവും. അവിടെ നിന്നാണ് ഡാറ്റാസ് ഇവിടത്തേക്ക് വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർഫേസിലാണ്. ആ റിയൽ ഇൻ്റർഫേസ് അഥവാ റിയൽ വേൾഡിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് എക്യുപ്മെൻറ്റ്സ് ഇൻ്റർഫേസ് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് 3 വിധത്തിലുള്ളതായിരിക്കും. അതൊന്നാമത്തേത് അഡ്രസ്, ഡാറ്റ ആൻഡ് കൺട്രോൾ. ആക്ച്വലി അഡ്രസ് എന്നുള്ളത് CPU ഇൻപുട്ട് ഔട്ട്പുട്ട് എക്യുപ്മെൻറ്റ്സിന് അങ്ങോട്ട് കൊടുക്കുന്ന പേരാണ്. അത് അവിടെ നിന്ന് കിട്ടുന്നതല്ല. ഡാറ്റയും കൺട്രോളും എത്ര വേണം, സെൻസിങ് ആണെങ്കിൽ ഫീഡ്ബാക്ക് സിഗ്നൽ, ആ ഡാറ്റ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽ വഴി തിരിച്ച് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് എത്തും. ബ്രെയിൻ ഓഫ് മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ PLC ഈസ് നോൺ ആസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇവിടെ വെച്ചിട്ടാണ് എല്ലാവിധ കാൽക്കുലേഷൻസും കറക്ഷൻസും എല്ലാം ചെയ്യുന്നത്. ആ കറക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കറക്ഷൻസിലൊരു ഡാറ്റ നമ്മളുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ ഡാറ്റയിൽ ഒരു കറക്ഷൻസ് എല്ലാം തന്നെ മെയ്ഡ് ചെയ്തതിന് ശേഷം ഒരു കൺട്രോൾ സിഗ്നൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്കും പോകും. ഇതാണ് ഇതിൻ്റെ അകത്തെ ഓരോ ഇമ്പോർട്ടൻറ്റ് പാർട്സ്. അതിനകത്ത് തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഈ ലൈൻ മഞ്ഞ കളറിൽ കാണുന്ന ഇതിന് ബസ് എന്നാണ്. നോർമലി ഡാറ്റ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്സാണ് ഉള്ളത്. ഡാറ്റ ബസ് ഇൻഫർമേഷൻസ് ആണ് പാസ് ചെയ്യുന്നത്. കൺട്രോൾ ബസ് ഇലക്ട്രിക് സിഗ്നൽസ്, ഇത് കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ആണ് പാസ് ചെയ്യുന്നത്. ആൻഡ് അഡ്രസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ എക്യുപ്മെൻറ്റും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇപ്പോൾ ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ C1 റെപ്രസെൻറ്റ് ചെയ്യാം, റെസിസ്റ്റർ ആണെങ്കിൽ R1 റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ എക്യുപ്മെൻറ്റിനും റെപ്രസെൻറ്റ് ചെയ്യുന്ന അഡ്രസ്സ് കൊടുക്കുന്നത് ഈ അഡ്രസ് ബസ്സാണ്. ഇതിൻ്റെ കുറച്ചും കൂടി വലിയ വിധത്തിലുള്ള ഇൻ്റർഫേസ് മൊത്തമായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ് ആണ് ഇവിടെ, അഥവാ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഇവിടെ കടത്തിരിക്കുന്നത്. അതിന് റിയൽ വേൾഡ് എന്നുള്ളതിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാം പാനലും പിന്നെ കൂടാണ്ട് ബഫർ, ലാച്ച്, സർക്യൂട്ട്സ് ഒക്കെ ഉണ്ടാവുക. ഇതുവഴി കിട്ടുന്ന സിഗ്നൽസ് 3 ബസ് വഴി അഡ്രസ്, കൺട്രോൾ ആൻഡ് ഡാറ്റ ബസ് വഴി CPU ബാക്കി മെമ്മറിയിലേക്കും ബാക്കി എക്യുപ്മെൻറ്റ്സിലേക്കും എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഫുൾ ആർക്കിടെക്ചറാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നോർമലി അതിൻ്റെ മെക്കട്രോണിക് സിസ്റ്റം. മെക്കട്രോണിക് സിസ്റ്റത്തിൽ പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. പ്രോസസ്സിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കൽ സെൻസർ ഉപയോഗിച്ചിട്ടായിരിക്കും. സെൻസറിനുള്ള സെൻസിങ് സിഗ്നൽ തിരിച്ച് കൺട്രോൾ യൂണിറ്റിലേക്ക് വരും. അതാണ് ആക്ച്വലി PLC. ആ PLCയിൽ വരുന്ന കൺട്രോൾ സിഗ്നൽ വിഷ്വലി ബാക്കിയുള്ളവർക്കും മനസ്സിലാവാം, നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ കമ്പ്യൂട്ടറുണ്ട്. ആൻഡ് ദ കറക്ഷൻ ആഫ്റ്റർ മേക്കിംഗ് കറക്ഷൻസ് PLC വിൽ പ്രൊവൈഡ് ആൻഡ് corrected signal to output module and that will be forwarded to actuator to machine tool. ഇതാണ് നോർമൽ ഒരു മെക്കട്രോണിക് സിസ്റ്റം. അതിൻ്റെ അത് PLC എന്ന് പറയുന്നത് അതിൻ്റെ കൺട്രോളിങ് വരുന്ന മെയിൻ കൺട്രോളിങ് വരുന്ന ഭാഗമാണ്. And now we will discuss what are the input output unit. Input output unit provides the interface between system and the outside world or real world, and it provides isolation and signal conditioning function. നമ്മളുടെ PLCനെയും ഔട്ട്സൈഡ് ആയിട്ടുള്ള റിയൽ വേൾഡ് തമ്മിലുള്ള ഡയറക്റ്റ് ലിങ്ക് എല്ലാം തന്നെ ഇത് ഒഴിവാക്കും. അഥവാ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസാണ്. മെയിനായിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസാണ് മോട്ടോർ, സ്റ്റാർട്ടിംഗ് കോയിൽ, സോളിനോയിഡ് വാൾവ്, അതേപോലെ തന്നെ എക്സെട്ര കുറേ ഉണ്ട്. അതേപോലെ ഇൻപുട്ട് ആണെങ്കിൽ ടെമ്പറേച്ചർ സെൻസർ, ഫ്ലോ സെൻസർ, എൻകോഡർ, പ്രഷർ സെൻസർ എക്സെട്ര, അങ്ങനെ കുറേ ഇൻപുട്ടുകളും ഉണ്ട്. അത് നമ്മളെ ഡാറ്റ എടുക്കുന്നതും കൊടുക്കുന്നതും അനുസരിച്ചിട്ടാണ്. ആക്ച്വലി ഔട്ട്പുട്ട് ഡിവൈസസ് ആക്ച്വേറ്റേഴ്സും ഇൻപുട്ട് ഡിവൈസസ് സെൻസേഴ്സുമാണ് ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, നമുക്ക് ഇൻപുട്ട് മൊഡ്യൂളിലേക്ക് വരുന്ന ചിത്രത്തിൽ ലാഡർ ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ഇൻപുട്ട് മൊഡ്യൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പല വിധത്തിലുള്ള ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. നമ്മൾ നോർമലി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ടെമ്പറേച്ചർ സെൻസർ, പ്രഷർ സെൻസർ എന്നൊക്കെ. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. നിങ്ങളതിന് റീഡ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഔട്ട്പുട്ടും പറഞ്ഞിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ നമുക്കിപ്പോൾ സോളിനോയിഡ് വാൾവ് ആവാം, മോട്ടർ ആവാം, റിലേസ് ആവാം, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഇവിടെ. ഇതുവഴിയാണ് ആക്ച്വേറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി പ്രോഗ്രാമിംഗ് ഡിവൈസസ് ആണ്. ഒരു PLC എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുക? 2 വിധത്തിൽ പ്രോഗ്രാം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ PLCs ആർ പ്രോഗ്രാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ കമ്പ്യൂട്ടർ. ഹിയർ യു ക്യാൻ സീ ദാറ്റ്
The PLC is programming with the help of a computer. This is the computer and this is PLC. The program is made by connecting the computer to the PLC and using a software. You can use any PLC writing softwares to write PLC program to the PLC. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ഒരു 90% കൂടുതൽ പ്രോഗ്രാംസും കമ്പ്യൂട്ടർ ബേസ്ഡാണ് PLCയിലേക്ക് ലോഡ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ചില കേസിൽ ഒരു പ്രോഗ്രാമിൽ മോഡിഫിക്കേഷൻ ചെറിയ കറക്ഷൻസൊക്കെ വരുത്തണമെങ്കിൽ PLCനെയും ഇതിനും തമ്മിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ഹെൽഡ് യൂണിറ്റ് ഉണ്ട്. ആ ഹാൻഡ് ഹെൽഡ് യൂണിറ്റ് ഉപയോഗിച്ച് നമുക്ക് PLC പ്രോഗ്രാം ചെയ്യാം. ദ ഹാൻഡ് ഹെൽഡ് പ്രോഗ്രാമിംഗ് ഡിവൈസ് ആർ സംടൈംസ് യൂസ്ഡ് ടു പ്രോഗ്രാം സ്മോൾ PLCs. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദേ ആർ compact, inexpensive and easy to use, but are not able to display as much logic on the screen as computer monitor. ഇതാണ് പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ്. ഒന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് PLC പ്രോഗ്രാം ചെയ്യാം, രണ്ടാമത്തേത് ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് PLC പ്രോഗ്രാം ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.